ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. ഈ അടുത്ത് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമേൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാഭാവിക ഓഡിയോ ലോഞ്ച് ആകുമ്പോൾ പാട്ടൊക്കെ പാടില്ലല്ലേ. അങ്ങനെ പാട്ട് പാടുമ്പോൾ മുത്തമഴ എന്ന് പറയുന്ന ഒരു കിട്ടിലം പാട്ട് പാടിയത് ചിന്മയി എന്ന് പറയുന്ന സിംഗറാണ്. ഓക്കെ, ചിന്മയിൻ്റെ പാട്ടുകളൊക്കെ പറയുകയാണെങ്കിൽ കിട്ടിലം പാട്ടുകളായിരിക്കും. ഗുരു സിനിമയിലൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദിയും ഇഷ്ടമാണ്, അതിൻ്റെ സെയിം തമിഴ് വേർഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ എന്താ പറയുക, ചിന്മയി തന്നെ കേട്ടോ 2 ലാംഗ്വേജിലും പാടിയ അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഈ അടുത്ത് ആട് ജീവിതത്തിൽ പെർഫോം ചെയ്തിരുന്നു. ദെൻ ഈ സ്റ്റേജ് പെർഫോമൻസിൽ ഞാൻ കണ്ടു ആ പാട്ട് ഭയങ്കര ഹെവൻലി ഫീൽ ചെയ്യുന്നു. ദെൻ ഞാൻ അപ്പോൾ സെയിം പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ മ്യൂസിക് പോയപ്പോൾ സെയിം പാട്ട് ദീ ആണ് പാടിയത്. ദീ എന്ന് പറയുമ്പോൾ നമ്മൾ എൻജോയ് എൻജാമിയൊക്കെ പാടിയ സന്തോഷ് നാരായണന്റെ മോളാണ്, കിള്ളം സിംഗറാണ്. പക്ഷേ എനിക്കെന്തോ ചിന്മയി പാടിയ വേർഷനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചിന്മയിനെ കുറെ കാലങ്ങളായിട്ട് തമിഴ് സിനിമയിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുക. ബിക്കോസ് എന്താ വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചിന്മയി എന്താ പറയുക, വൈരമുത്തു എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് തമിഴ് സിനിമയിൽ. പാട്ടുകളുടെ വരിയൊക്കെ എഴുതുന്ന ആളാണ്. പുള്ളിയുടെ പാട്ടുകളും ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പുള്ളി എഴുതിയ പാട്ടുകളൊക്കെ കിഡിലും റൈറ്ററാണ് സോങ്സ് എഴുതുന്ന കാര്യത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പുള്ളിയുടെ മേലൊരു സെക്ഷുവൽ അബ്യൂസ് ചെറുപ്പത്തിൽ സംഭവിച്ചതായിട്ട് എന്താ പറയുക, പുള്ളി ചെയ്തതായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. അതിനെന്താ വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ചിന്മയിൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. അതേപോലെ തന്നെ ചെയ്തില്ല എന്ന് പറയാനും പ്രൂഫൊന്നുമില്ല, വേറെ കാര്യം. അതിൻ്റെ പേരിലാണ് ഒരു സീനിയർ ആയിട്ടുള്ള ആളെങ്ങനെ അക്യൂസ് ചെയ്തതിൻ്റെ പേരിലാണ് അവർ ബാൻ ചെയ്തിട്ടുള്ളത്. അത് കേസും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, മീൻസ് അങ്ങനെ അക്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, അതിൻ്റെ പേരിൽ ഇത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ചിന്മയിനെ ബാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ചിന്മയിൻ്റെ സോങ്സ് ഒക്കെ ദാറ്റ് ലെവൽ സോങ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ വോയിസസ് ആണ്. അതായത് ശ്രേയ ഘോഷൽ, ചിന്മയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വിമൻ വോയിസസ് ആണ് സോങ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. ആ ഒരു ഇതിൽ എന്താ പറയുക, ചിന്മയിനെ ബാൻ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതും ഈ മുത്തമഴ എന്നുള്ള പാട്ട് സത്യം പറയാം, നിങ്ങൾ കയറിയിട്ട് യൂട്യൂബിൽ ചിന്മയി പാടിയ വേർഷനും ദീ പാടിയ വേർഷനും, ദീ അമേസിങ് സിംഗറാണ്. പക്ഷെ ചിന്മയിൻ്റെ ആ ഒരു വേർഷൻ ഉണ്ടല്ലോ ഭയങ്കര ഹെവൻലി ഫീലാണ്. അത് നിങ്ങൾ കേട്ടാലേ മനസ്സിലാവും. ദെൻ എനിക്ക് ഭയങ്കര ചടപ്പായി പോയിട്ടോ ആ കേട്ടപ്പോൾ. അത്രയും നല്ലൊരു സിംഗറിനെ ബാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഈ അടുത്ത് ലിയോ സിനിമയിൽ വരെ കുറച്ച് റിസ്ക് എടുത്തിട്ട് തൃഷയുടെ വോയിസ് ചിന്മയായിരുന്നു ചെയ്ത്, അപ്പോൾ ഡബ് ചെയ്ത് കൊടുത്ത്. ആൻഡ് അമേസിങ് സിംഗർ, വേറൊരു ഭാഷയിൽ സ്വന്തം ഭാഷയെ പാടാൻ പറ്റാണ്ട് പോയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സത്യം പറയാം വളരെ മോശം. തമിഴ് ഇൻഡസ്ട്രി ഇത്രയും തരം തന്ന പരിപാടി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല.